everyone and assalamualaikum everyone, welcome to Nishana's Tasty Hut. അപ്പോൾ ഇന്ന് ഞാനൊരു ഹെൽത്തി വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, നമ്മുടെ തേൻ നെല്ലിക്കല്ലേ കടകളിലൊക്കെ വാങ്ങുന്ന, അത് വളരെ പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. കുറഞ്ഞ ചേരുവകൾ മാത്രം മതി. ഇപ്പോൾ സാധാരണ പഞ്ചസാരയിലൊക്കെ എല്ലാവരും ഉണ്ടാക്കാറുള്ളത്, പക്ഷേ അത് ഒട്ടും ഹെൽത്തി അല്ല. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് പറയാൻ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യാനോ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനോ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോകാം. ആദ്യം വേണ്ടത് നെല്ലിക്കയാണ്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇതുപോലത്തെ നെല്ലിക്ക കിട്ടുകയാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. പക്ഷേ എനിക്ക് അങ്ങനത്തെ നെല്ലിക്ക കിട്ടിയിട്ടില്ല കേട്ടോ. ഇത് കുറച്ച് മുന്നേ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു. ഇതാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള നെല്ലിക്ക. ഇത് ഞാനിവിടെ ലുലുന്ന് വാങ്ങിച്ചതാണ്. ഇത് തന്നെ 100 രൂപ കൊടുത്തിട്ടാണ്, നാട്ടിലെ 100 രൂപയ്ക്കാണ് ഇത്രയും നെല്ലിക്ക എനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഏതായാലും ആ നെല്ലിക്ക ഞാൻ എടുത്തിട്ടുണ്ട്, അതൊന്ന് കഴുകി എടുക്കുകയാണ്. ഇനി ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളം എടുത്തിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ തിളപ്പിക്കുമ്പോൾ ഞാൻ ഇതിൽ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഓൾറെഡി കഴുകി വെച്ചിട്ടുള്ള ഈ നെല്ലിക്ക ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിങ്ങനെ നന്നായിട്ട് അടച്ചു വെക്കാം. എൻ്റെ നാട്ടിലിങ്ങനെ അമ്പടച്ച് വെക്കുക എന്ന് പറയാം. അപ്പോൾ അതേപോലെ അമ്പടച്ച് വെക്കണം. ഇനി വേണ്ടത് കൽക്കണ്ടമാണ്. അപ്പോൾ കൽക്കണ്ട നിങ്ങൾക്ക് അറിയാലോ, പൊതുവേ സാധാരണ പഞ്ചസാരയേക്കാളൊക്കെ ഏറ്റവും ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. നമ്മൾ കുട്ടികൾക്ക് പോലും മധുരത്തിനായിട്ട് കൽക്കണ്ടം കൊടുക്കാറുണ്ടല്ലോ. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് ഇതിൽ. ഇപ്പോൾ ചുമ, ജലദോഷം അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ നമ്മൾ എപ്പോഴും കൽക്കണ്ടം നമ്മൾ എല്ലാവരും വീടുകളിലും ഉണ്ടാകും. മലയാളികൾക്ക് ഇത് സുപരിചിതമായിട്ടുള്ളതാണ്. അപ്പോൾ അത് ഞാനിതേ ഒരു പാത്രത്തിലിട്ട് കൊടുത്തൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. സാധാരണ നമ്മൾ പഞ്ചസാര എങ്ങനെയാണ് ഉരുക്കി എടുക്കുന്നത് അതുപോലെ തന്നെയാണ്. ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് ഞാൻ ഉരുക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മക്കളൊക്കെ ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് നമ്മൾ കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കില്ല. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഈ കൽക്കണ്ടം തന്നെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് മധുരത്തിന് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ പനം കൽക്കണ്ടം എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇതിൻ്റെ ഒരു ബ്രൗൺ കളറായിട്ടാണ്. അപ്പോൾ അതാണ് ഒന്നും കൂടി ഔഷധ ഗുണങ്ങളുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാനിത് പറഞ്ഞതുകൊണ്ട് പറയാണ്, പലരും പറയാറുണ്ട് നമ്മൾ ചെറിയ ജീരകമല്ലേ, അപ്പോൾ ഈ ചെറിയ ജീരകവും ബദാമും അതുപോലെ ഈ കൽക്കണ്ടും കൂടെ കൂട്ടി പൊടിച്ചിട്ട് അത് കഴിക്കുന്നത് നമ്മൾ തലവേദനയ്ക്കൊക്കെ ശമനം കിട്ടാൻ നല്ല ഒരു എന്താ പറയുക മരുന്നാണെന്ന് പറയാറുണ്ട്. ഞാനത് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല, പക്ഷെ പലരും അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഞാനൊരു അറിവിലേക്ക് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ആയി വരുമ്പോഴേക്കും ഇതിങ്ങനെ ഉരുകി വരികയല്ല ചെയ്യുന്നത്. ഉരുകി കഴിയുമ്പോഴേക്കും ഇത് ക്രിസ്റ്റലായും പിന്നെ വീണ്ടും മാറുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനെന്ത് ചെയ്തതെന്ന് വെച്ചാൽ ആ സമയത്ത് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ടു. അതല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ക്രിസ്റ്റലായി മാറുകയാണ്. അല്ലാണ്ട് ഉരുകി നമ്മൾ പഞ്ചസാരയൊക്കെ ഉരുകി അങ്ങ് പോകുന്നത് പോലെ ഉരുകി ആവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഇത്തിരി അത് ക്രിസ്റ്റലാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നാരങ്ങ ഒഴിച്ചു കൊടുത്തിട്ടു. അത് ഈ കളർ ചേഞ്ചായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കളർ ചേഞ്ചായി വരുമ്പോഴേക്കും ഓൾറെഡി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നെല്ലിക്ക നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ നോക്കാം അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അതിട്ട് കൊടുക്കുകയാണ്. ഞാൻ ഈ പാവ് കുറച്ചൊന്ന് കളർ ചേഞ്ചായി വന്നതിന് ശേഷമാണ് ഈ നെല്ലിക്ക ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം നമ്മൾ ഈ നെല്ലിക്ക കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ വേവിക്കുമല്ലോ. ആ സമയത്ത് ഈ പാവൊക്കെ കളർ ചേഞ്ചായി വന്നോളും. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കാം. പ്രശ്നമൊന്നുമില്ല, നമ്മൾ കുറച്ച് കളർ ചേഞ്ച് ആയിട്ടത് കൊണ്ട് കുഴപ്പമൊന്നും വരില്ല. അപ്പോൾ നേരത്തെ തന്നെ ചെയ്യാമെന്ന് മാത്രം. കുറേ സമയം നമ്മൾ വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു 10-20 മിനിറ്റ് ഇതിങ്ങനെ വേവിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. കുറേ സമയം മൂടി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നോക്കണം. ആ സമയത്ത് ഇത് പാവ് കുറച്ച് കുറവാണ്, അടി പിടിക്കും അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിൽ വേവിക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നിങ്ങൾ കൂടുതൽ മധുരം വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ശർക്കരയുടെ കഷ്ണമൊക്കെ ഇട്ട് കൊടുക്കട്ടെ. ശർക്കരയും ഹെൽത്തി ആണല്ലോ, നമ്മൾ മരുന്നൊക്കെ ഉണ്ടാക്കുന്നതിലൊക്കെ ഉപയോഗിക്കുന്നതാണല്ലോ. അപ്പോൾ വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. പക്ഷെ ഞാനത് ഇട്ട് കൊടുത്തതിന് ശേഷം വേണ്ടാന്ന് കരുതിയിട്ട് എടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നിർബന്ധമില്ല. അപ്പോൾ നിങ്ങൾക്ക് നോക്കൂ, ഇതിങ്ങനെ കളറൊക്കെ ചേഞ്ചായി വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. തേൻ നെല്ലിക്ക എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് വയനാട്ടിലൊക്കെ പോകുന്ന സമയത്താണ്. അവിടെ എല്ലാ കടകളിലും വിൽക്കാനൊക്കെ വെക്കാറുണ്ട്. പക്ഷേ അതിലൊക്കെ പഞ്ചസാരയാണ് കേട്ടോ കൂടുതൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതത്ര ഹെൽത്തി ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതാകുമ്പോൾ ഇതൊത്തിരി ഹെൽത്തിയാണ്. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിന്, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ നമ്മൾ ചർമ്മം ഒക്കെ എന്താ പറയുക തുടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾക്ക് ഏറ്റവും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ്
തേൻ നെല്ലിക്ക. അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ അത് ഏകദേശം ആയി വരുന്നുണ്ട്. അപ്പോൾ നോക്കി ഈ ഒരു അവസ്ഥയിൽ ഞാൻ ഇത് ഓഫ് ആക്കുന്നുണ്ട്. കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് അത്ര ആയില്ലല്ലോ എന്ന് തോന്നും, പക്ഷേ ഇല്ല. ഇനി നമ്മളിത് മൂടി വെച്ചിട്ട് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഇതൊക്കെ കുറച്ച് കട്ടിയായിട്ട് വന്നിട്ടുണ്ടാവും. വെള്ളമൊക്കെ ഇത് അബ്സോർവ് ചെയ്തിട്ട് ഇതിന് നല്ല കളർ ചേഞ്ച് വന്നിട്ടുണ്ടാവും. അപ്പോൾ രാവിലെ എണീറ്റ് നോക്കുമ്പോഴും അത് അങ്ങനെയല്ല ഇരിക്കുന്നതെങ്കിൽ ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. അപ്പോഴേക്കും പെട്ടെന്ന് ഇതൊക്കെ അതിനുള്ളിലേക്ക് പെട്ടെന്ന് വലിഞ്ഞു പോവുകയും ചെയ്യും കേട്ടോ. നോക്കൂ, ഇത് രാവിലെ എടുക്കുമ്പോൾ സമയത്ത് ഇതാ ഇങ്ങനെയാണ് തണുത്തപ്പോൾ ഇതിനുള്ളൊക്കെ കളറൊക്കെ ചേഞ്ച് വന്നിട്ട് നല്ല തേനെല്ലിക്ക എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടില്ല. അപ്പോൾ അതുപോലെ ആയിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഇത്തിരി തേൻ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കൽക്കണ്ടവും തേനും നെല്ലിക്കും കൂടി ചേരുമ്പോഴുണ്ടാവും എത്രത്തോളം ഹെൽത്തി ആണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കുപ്പിയിൽ നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ ഒരുപാട് കാലം സൂക്ഷിക്കാം. ഇനി അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിലും സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ ഇനി പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. Once again, it's me, Nishana. Thank you so much.